സ്ക്രീൻ കാണാമല്ലോ. ക്ലിയർ ആണ്, കാണാം. അടുത്ത ഹെഡിങ് ആണ് എനർജി റിസർവോയേഴ്സ്. എൻ്റെ നോട്ട്സ് കംപ്ലീറ്റ് ആയിരിക്കണം, എനിക്ക് അത്രയും പറയാനുള്ളൂ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് സ്ക്രീനിൽ തന്നെ എഴുതി പഠിപ്പിക്കുന്നത് നിങ്ങൾ എൻ്റെ കൂടെ എഴുതി പോകാൻ വേണ്ടി മാത്രമാണ്. എനിക്ക് PPT കാണിച്ചു ഷടപടയിൽ നിന്ന് ഓടിച്ചിട്ട് പോകുന്ന കാര്യങ്ങൾ ഞാനും എഫേർട്ട് എടുത്ത് എഴുതുന്നത് നിങ്ങൾ എൻ്റെ കൂടെ നോട്ട്സ് എഴുതാൻ വേണ്ടി മാത്രമാണ്. ഒരു വട്ടം എഴുതുമ്പോൾ അത്രയെങ്കിലും പഠിക്കുമെന്ന് വിചാരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് എൻ്റെ എഫേർട്ട് വെറുതെ വേസ്റ്റ് ആക്കാതിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ നോട്ട്സ് എഴുതി പോവുക. ഓക്കെ, അപ്പോൾ നോട്ട്സ് എഴുതുന്നവർക്ക് പ്രത്യേകം അതൊരു അസൈൻമെൻറ്റായിട്ട് ഞാൻ എപ്പിച്ചോളാം. അപ്പോൾ എഴുതാത്തവർ അന്നേരം കിടന്ന് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതേണ്ടി വരും. അടുത്ത എനർജി റിസർവോയേഴ്സ്. എനർജി റിസർവോയേഴ്സിൻ്റെ നമുക്കിവിടെ പഠിക്കാനുള്ളത് തെർമൽ എനർജി റിസർവോയറാണ്. തെർമൽ എനർജി റിസർവോയേഴ്സ് നമ്മുടെ സിലബസ് ആരെങ്കിലും ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ടോ? തെർമോഡൈനാമിക്സിൻ്റെ സിലബസ് ആരെങ്കിലും ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ടോ? തെർമോഡൈനാമിക്സ് സിലബസ് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? ഇതുവരെ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് പറയാം, ആരെങ്കിലും ഇതുവരെ സിലബസ് നോക്കിയിട്ടുണ്ടോ? ഒരാളെങ്കിലും നോക്കിയിട്ടുണ്ടോ? അല്ല, ഞാൻ സിലബസ് തൊട്ടാണോ പഠിപ്പിക്കുന്നതെന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ? ചെക്ക് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഏതാ സെക്കൻഡ് മൊഡ്യൂൾ നോക്കി? എന്താ നോക്കാണ്? സെക്കൻഡ് മൊഡ്യൂൾ നോക്ക്. ഞാൻ ഏത് ടോപ്പിക്കാണ് പഠിപ്പിക്കാനുള്ളത് നോക്കണ്ടേ? നിങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ ഞാൻ എന്തുവാണ് പഠിപ്പിക്കുന്നത്. ഞാൻ പഠിപ്പിച്ച് പോകുന്നത് കൂടാതെ നമ്മളെപ്പോഴും പരീക്ഷയെ പോയിന്റ് ഓഫ് വ്യൂവും കൂടെ നമ്മൾ നോക്കണം. നമ്മൾ കോൺസെപ്റ്റ് മാത്രം പഠിച്ചു പോലെ പരീക്ഷ നമ്മൾ നോക്കണം. സിലബസ് നോക്കി സാറോ പഠിപ്പിച്ചോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളൂടെ നോക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എനർജി എന്താ അങ്ങനെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് വരുമ്പോഴത്തേന് ഏതൊക്കെ സാധനങ്ങൾ ഏതൊക്കെ സിലബസിലാണ് കിടക്കുക, ഏതൊക്കെ മൊഡ്യൂളിലാണ് കിടക്കുന്നത്, നമ്മൾ അങ്ങനെ വേണം പഠിക്കാൻ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാനിത് പഠിപ്പിക്കുമ്പം ഏത് മൊഡ്യൂൾ എന്തുവാണെന്നൊന്നും ഒരു ഐഡിയ കിട്ടത്തില്ല. അപ്പോൾ സിലബസും കൂടെ നോക്കി പോകും. ഇപ്പോൾ നമ്മൾ തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഇപ്പോൾ തെർമൽ എനർജി റിസർവോയർ എന്നൊക്കെ പറഞ്ഞ് സിലബസിനകത്ത് വ്യക്തമായിട്ട് കിടപ്പുണ്ട്. മനസ്സിലായില്ലേ? സിലബസ് നോക്കിയിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഞാൻ ഓരോ ഹെഡിങ് പറയുന്നത് സിലബസിലെ ലൈൻ ബൈ ലൈൻ നോക്കിയിട്ടാണ് ഹെഡിങ് പറയുന്നത്. അപ്പോൾ തെർമൽ എനർജി റിസർവോയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോം ആണ് TER എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തെർമൽ എനർജി ഡിഫിനിഷൻ ഉണ്ട്. ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് എ ലാർജ് ബോഡി ഓഫ് ഇൻഫൈനൈറ്റ് ഹീറ്റ് കപ്പാസിറ്റി which is capable of absorbing or rejecting an unlimited quantity of heat without suffering appreciable changes in thermodynamic quantity. Appreciable changes in thermodynamic coordinates. അതായത് ഒരു തെർമൽ എനർജി റിസർവോയർ എന്ന് പറയുമ്പോൾ ഞാനൊരു റിസർവോയർ ആണ്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫൈനൈറ്റ് സ്ക്രീൻ ഒന്നും പ്രസന്റ് അല്ല സർ. ഓക്കെ, തെർമൽ എനർജി റിസർവോയറിന് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരു റിസർവോയർ എടുക്കുന്നു. ആ റിസർവോയറിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻഫൈനൈറ്റ് ഹീറ്റ് കപ്പാസിറ്റി. അതിൻ്റെ അർത്ഥം എന്തുവാ?
ഇതിനകത്തുനിന്ന് ഹീറ്റ് ആഡ് ചെയ്താലോ അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് ഹീറ്റ് റിജക്റ്റ് ചെയ്താലോ ഇതിൻ്റെ തെർമോഡൈനാമിക്സ് കോർഡിനേറ്റ്സിനും പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കത്തില്ല. അങ്ങനെയുള്ള റിസർവോയറിനെ പറയുന്ന പേരാണ് എന്ത്? അങ്ങനെയുള്ള റിസർവോയറിനെ പറയുന്ന പേരാണ് എന്ത്? എന്ത്? തെർമൽ എനർജി റിസർവോയർ. അപ്പോൾ ഒരു തെർമൽ എനർജി റിസർവോയർ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? എന്താണ് തെർമൽ എനർജി റിസർവോയർ TER എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകത എന്താണ്? ഫസ്റ്റ് പറയേണ്ടത് അൺലിമിറ്റഡ് ഹീറ്റ് കപ്പാസിറ്റിയാണ്. അതിൻ്റെ അർത്ഥം എന്തുവാ? അൺലിമിറ്റഡ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്തുവാ? എത്ര ഹീറ്റ് ആഡ് ചെയ്താലും എത്ര ഹീറ്റ് റിജക്റ്റ് ചെയ്താലും അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും മാറത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ തെർമൽ എനർജി റിസർവോയർ ഈസ് എ ലാർജ് ബോഡി ഓഫ് ഇൻഫൈനൈറ്റ് ഹീറ്റ് കപ്പാസിറ്റി വിച്ച് ഈസ് ക്യാപ്പബിൾ ഓഫ് അബ്സോർബിങ് or rejecting unlimited quantity of heat without suffering appreciable changes in its thermodynamic quantity. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇറ്റ്സ് ക്യാപ്പബിൾ ഓഫ് അബ്സോർബിങ് ഓർ റിജക്റ്റ് അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അല്ലേ? വിത്തൗട്ട് എന്താണ്? വിത്തൗട്ട് എനി ചേഞ്ചസ് ഇൻ പറഞ്ഞേ വിത്തൗട്ട് എനി ചേഞ്ചസ് ഇൻ പറ. ക്ലിയർ ആവുന്നില്ലേ? അപ്പോൾ എന്താണ് തെർമൽ എനർജി റിസർവോയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഗൗരിനാഥ് എന്ന് പറഞ്ഞേ, വാട്ട് ഈസ് തെർമൽ എനർജി റിസർവോയർ? വാട്ട് ഈസ് എ തെർമൽ എനർജി റിസർവോയർ? ഓക്കെ, കേട്ടില്ല. ഒന്നുകൂടെ പറയണോ തെർമൽ എനർജി റിസർവോയർ എന്താന്ന്? മുഴുവൻ കേട്ടില്ല. ഓക്കെ, ഒന്നുകൂടെ പറയാം. തെർമൽ എനർജി റിസർവോയർ TER എന്ന് പറയുന്നത് തെർമൽ എനർജി റിസർവോയർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഹീറ്റ് കപ്പാസിറ്റിയാണ്. എന്താ അൺലിമിറ്റഡ് ഹീറ്റ് കപ്പാസിറ്റി? അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ്സ് ക്യാപ്പബിൾ ഓഫ് അബ്സോർബ് ഓർ റിജക്റ്റ് ഇൻഫൈനൈറ്റ് quantity of heat without any appreciable changes in thermodynamic coordinate. അതായത് നമ്മുടെ ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിനകത്തോടെ നമ്മൾ എത്ര ഹീറ്റ് ആഡ് ചെയ്താലും പ്രശ്നമില്ല, എത്ര ഹീറ്റ് റിജക്റ്റ് ചെയ്താലും പ്രശ്നമില്ല, അതെല്ലാം അതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. എത്ര ഹീറ്റ് ആഡ് ചെയ്താലും അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും ചേഞ്ച് ചെയ്യത്തില്ല, എത്ര ഹീറ്റ് റിജക്റ്റ് ചെയ്താലും അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും ചേഞ്ച് ചെയ്യത്തില്ല. അങ്ങനെ ഒരു റിസർവോയറിനെ പറയുന്ന പേരാണ് തെർമൽ എനർജി റിസർവോയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇനിയുള്ള അതിനകത്ത് തെർമൽ എനർജി റിസർവോയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് തെർമൽ എനർജി റിസർവോയർ? ഇറ്റ്സ് എ reservoir having unlimited എന്താണ്? Unlimited heat capacity is capable of absorbing or rejecting infinite quantity of heat energy without any appreciable changes in the thermodynamic coordinates. അതായത് തെർമൽ എനർജി റിസർവോയറിലൂടെ നമ്മൾ ഹീറ്റ് ആഡ് ചെയ്താലും അതിൻ്റെ ടെമ്പറേച്ചറിനോ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും വലിയ വ്യത്യാസം സംഭവിക്കത്തില്ല. അതല്ല, ഹീറ്റ് റിജക്റ്റ് ചെയ്താലും അവിടെ വലിയ വ്യത്യാസമൊന്നും സംഭവിക്കത്തില്ല. ആണോ? അപ്പോൾ തെർമൽ എനർജി റിസർവോയർ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സോഴ്സ്, ഒന്ന് സിങ്ക്. എന്താണ്? ഒന്ന് സോഴ്സ്, ഒന്നെന്താണ്? സിങ്ക്. പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ സോഴ്സ് സിങ്കും. പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് ഒരു ഫിഗർ വരയ്ക്കാം, ഒരു ഹീറ്റ് എൻജിൻ വരയ്ക്കാം. ഒരു ഹീറ്റ് എൻജിൻ ഞാൻ വരയ്ക്കുക. ഈ ഹീറ്റ് എൻജിൻ
Q1 ഹീറ്റ് എഞ്ചിനിലോട്ട് കൊടുക്കാൻ പോവാ. അത് കൊടുക്കുന്നത് ഒരു സോഴ്സിൽ നിന്നാണ്. ഈ Q1 ഹീറ്റിൻ വെച്ചിട്ട് W വർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്കറിയാം ഒരു സൈക്ലിക് ഹീറ്റ് എഞ്ചിൻ ഹീറ്റ് കംപ്ലീറ്റ് ആയിട്ട് വർക്കൗട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഒരു സൈക്ലിക് ഹീറ്റ് എഞ്ചിന് ഹീറ്റ് കംപ്ലീറ്റ് ആയിട്ട് വർക്കൗട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഹീറ്റ് കംപ്ലീറ്റ് ആയിട്ട് വർക്കൗട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ Q1ൻ്റെ ഒരു ഭാഗം വർക്കൗട്ട് കൺവേർട്ട് ചെയ്യുന്നു, ബാക്കി റിമൈനിങ് ഭാഗം Q2 എങ്ങോട്ട് കൊടുക്കുന്നു? അത് വേസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ലോസ് ആയിട്ട് സിങ്കിലോട്ട് കൊടുക്കുന്നു. ആണോ? ഇവിടെ നമ്മുടെ സോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ IC സോഴ്സ് എന്ന് വെച്ചാൽ ഫ്യൂവലാണ്. ആണോ? ഫ്യൂവലാ. സിങ്ക് എന്ന് വെച്ചാൽ എന്തുവാ? അറ്റ്മോസ്ഫിയറാ. ആണോ? IC എഞ്ചിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോഴ്സ് ഫ്യൂവലും, സിങ്ക് എന്ന് വെച്ചാൽ എന്താണ്? എങ്ങോട്ടാണ് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ഹീറ്റ് പോകുന്നത് എങ്ങോട്ടാ? ലോസസ് പോകുന്നത് എങ്ങോട്ടാ? അറ്റ്മോസ്ഫിയറിൽ. അപ്പോൾ ഇവിടെ സോഴ്സ് എന്ന് പറയുമ്പോൾ ഹൈ ടെമ്പറേച്ചർ റിസർവോയർ എന്ന് പറയുന്ന പേരാണ് സോഴ്സ്. സോഴ്സ് എന്താണ്? ഇത് T1 ആണെന്നിരിക്കട്ടെ, ഇത് T2 ആണെന്നിരിക്കട്ടെ. അപ്പോൾ സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹൈ ടെമ്പറേച്ചർ റിസർവോയർ എന്ന് പറയുന്ന പേരാണ് എന്ത്? ഹൈ ടെമ്പറേച്ചർ റിസർവോയറിനെ പറയുന്ന പേരാണ് സോഴ്സ്. ഈ സോഴ്സിനകത്തുനിന്ന് എത്ര ഹീറ്റ് എടുത്താലും അവിടുത്തെ പ്രോപ്പർട്ടീസിന് വല്ല ചേഞ്ച് ഉണ്ടാവുമോ? ഈ സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹൈ ടെമ്പറേച്ചർ റിസർവോയർ ആണ്, എനർജി എടുക്കുന്ന റിസർവോയറാണ്. അവിടുന്ന് എത്ര എനർജി എടുത്താലും വല്ല ചേഞ്ച് നമുക്ക് ഉണ്ടാവുമോ? എത്ര എനർജി എടുത്താലും വല്ല ചേഞ്ചും ഉണ്ടാവുമോ? ഇല്ല. ആണോ? സോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? പറഞ്ഞേ. സോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സിങ്ക് എന്തുമായിരിക്കും? സിങ്ക് എന്തിരിക്കും? സിങ്ക് എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചർ റിസർവോയർ ആയിരിക്കും. അപ്പോൾ സോഴ്സ് ഹൈ ടെമ്പറേച്ചർ റിസർവോയറും സോഴ്സ് ഹൈ ടെമ്പറേച്ചർ റിസർവോയറും സിങ്ക് ലോ ടെമ്പറേച്ചർ റിസർവോയർ. ഒരു ഹീറ്റ് എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു സോഴ്സിനും സിങ്കിനും ഇടയ്ക്കായിരിക്കും എന്ന് ഇപ്പോൾ പറയാമല്ലോ. ഹീറ്റ് എഞ്ചിൻ ഓപ്പറേറ്റ് ഫ്രം എ സോഴ്സ് ആൻഡ് സിങ്ക്. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ ആക്ച്വലി എന്തുവാ ചെയ്യുന്നത്? ഹീറ്റ് എഞ്ചിൻ സോഴ്സിൽ നിന്ന് Q1 ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ Q1 ഹീറ്റിൻ്റെ ഒരു ഭാഗം വർക്കായിട്ട് നമുക്ക് കിട്ടുന്നു, ബാക്കി റിമൈനിങ് വേസ്റ്റ് അല്ലെങ്കിൽ ലോസ് എങ്ങോട്ട് കൊടുക്കുന്നു? എങ്ങോട്ടാ കൊടുക്കുന്നത്? നോ ഐഡിയ. സിങ്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി ഈസിക്കൽ ടു ഹീറ്റ് എഞ്ചിൻ. എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ഈസിക്കൽ ടു ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ടാന്ന് പറഞ്ഞു അല്ലേ? ഇവിടെ ഔട്ട്പുട്ട് എന്തുവാ? W. ഇൻപുട്ട് എന്തുവാ? ഇൻപുട്ട് എന്താ ഇവിടെ? Q1 ആണോ Q2 ആണോ? ഇവിടെ ഇൻപുട്ട് എന്തുവാ? Q1. ഓക്കെ. അപ്പോൾ ഡബ്ല്യുവിനെ എനിക്ക് എങ്ങനെ എഴുതാം? W ഈസിക്കൽ ടു Q1-നകത്തുനിന്ന് Q2 ഇവിടെ കൊടുത്ത് ബാക്കി എത്ര ആയിരിക്കും W? ഇപ്പോൾ W എനിക്ക് എങ്ങനെ എഴുതാം? W ഈസിക്കൽ ടു Q1 മൈനസ് Q2 എന്ന് എഴുതിക്കൂടെ? W ഈസിക്കൽ ടു Q1 മൈനസ് Q2 എന്ന് എഴുതിക്കൂടെ? ഹീറ്റ് അഡീഷൻ മൈനസ് ഹീറ്റ് റിജക്ഷൻ അല്ലേ W? ആണോടാ? ഒന്ന് പറയടാ. ആണെങ്കിൽ ആണെന്ന് പറ. ഹീറ്റ് അഡീഷൻ മൈനസ് ഹീറ്റ് റിജക്ഷൻ അല്ലേ W? ഈ ഫിഗർ നോക്കിയാൽ മതി. Q1 ഹീറ്റ് എടുക്കുന്നു, W ഇങ്ങോട്ട് കൊടുക്കുന്നു, ബാക്കി റിമൈനിങ് ഹീറ്റ് Q2 സിങ്കിലോട്ട് കൊടുക്കുന്നു. അപ്പോൾ W ഈസിക്കൽ ടു Q1 മൈനസ് Q2 എന്ന് എഴുതാവോ? എഴുതാൻ പറ്റുമോ?
W is equal to Q1 minus Q2 എന്ന് എഴുതാൻ പറ്റുമോ? Yes, sir. എഴുതാൻ പറ്റും. അപ്പോൾ W ആണ് Q1 മൈനസ് Q2 കൊടുക്കുന്നത്. ഇവിടെ Q1 ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? Q1 ബൈ Q1 മൈനസ് Q2 ബൈ Q1 കിട്ടും. അതായത് 1 മൈനസ് Q2 ബൈ Q1. നമുക്ക് നേരത്തെ കിട്ടിയത് ഇതിൻ്റെ അർത്ഥം എന്തുവാ? 1 മൈനസ് ഹീറ്റ് റിജക്റ്റഡ് മൈനസ് ഹീറ്റ് അബ്സോർബ്ഡ് അല്ലേ? 1 മൈനസ് ഹീറ്റ് റിജക്റ്റഡ് മൈനസ് ഹീറ്റ് അബ്സോർബ്ഡ് അല്ലേ? അപ്പം ഒരു ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി എപ്പോഴും എന്തുമായിരിക്കും? 1 മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് അബ്സോർബ്ഡ്. ഇത് പ്രോബ്ലത്തിനകത്ത് നിങ്ങൾക്ക് ആവശ്യം വരും. ഒരു ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി ഈക്വൽ ടു എന്താണ്? ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി എന്താണ്? ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി എന്താണ്? ഒരിക്കലും കാണാൻ പഠിക്കരുത്. ഒരു ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ വരയ്ക്കേണ്ടത്? എപ്പോഴും ഓർത്തോണം, ഹീറ്റ് എഞ്ചിൻ വരയ്ക്കുക. മനസ്സിലായില്ലേ? ഹീറ്റ് എഞ്ചിൻ എവിടുന്നാണ് ഹീറ്റ് എടുക്കുന്നത്? എവിടുന്നാണ് ഹീറ്റ് എടുക്കുന്നത്? ഹീറ്റ് എഞ്ചിൻ അബ്സോർബ് ഹീറ്റ് ഫ്രം സോഴ്സിൽ നിന്ന് Q1 ഹീറ്റ് എടുക്കുന്നത്. ഈ Q1 ഹീറ്റിൻ്റെ ഒരു ഭാഗം എന്തായിട്ട് ചെയ്യുന്നു? ഒരു ഭാഗം എന്തായിട്ട് മാറ്റുന്നു? ഒരു ഭാഗം വർക്കൗട്ട്. ബാക്കി റിമൈനിങ് എങ്ങോട്ട് കൊടുക്കുന്നു? സിംഗിലോട്ട് കൊടുക്കണം. കണ്ടോ? ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ ഈ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എഫിഷ്യൻസി ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് എന്ന് കൊടുക്കാം. ഇവിടെ ഔട്ട്പുട്ട് എന്തുവാ? നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇവിടുന്ന് ഈ ഒരു ഹീറ്റിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? W ഡിവൈഡ് ബൈ ഇൻപുട്ട് എന്തുവാ? നമ്മൾ കൊടുക്കുന്നത് എന്തുവാ? ഇതിനകത്തോട്ട് കൊടുക്കുന്നത് എന്തുവാ? Q1 ആണോ? അപ്പോൾ W is equal to Q1 മൈനസ് Q2 എഴുതിക്കൂടെ? Q1 കൊടുക്കുന്നു, Q2 റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ W ഓട്ടോമാറ്റിക്കലി Q1 മൈനസ് Q2 ആയിരിക്കും. അപ്പോൾ ഡിവൈഡ് ബൈ Q1. ഇത് ഈസിക്കൽ ടു എന്ത് കിട്ടും? ഈസിക്കൽ ടു ഇതിനകത്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 മൈനസ് Q2 ബൈ Q1 കിട്ടും. അതുകൊണ്ട് നിങ്ങൾ എത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇത് 2 വട്ടം ഞാനിത് പറയുന്നത്. എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ഈസിക്കൽ ടു 1 മൈനസ് Q2 ഡിവൈഡ് ബൈ Q1. ഇതിനെ നമുക്ക് വേറെ രീതിയിലും പറയാം. എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ഈസിക്കൽ ടു 1 മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് അബ്സോർബ്ഡ്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇപ്പം ഞാൻ പറഞ്ഞത് തെർമൽ എനർജി റിസർവോയറിനെ പറ്റി പറഞ്ഞു. തെർമൽ എനർജി റിസർവോയർ എന്ന് പറയുമ്പോഴത്തേന് ഇറ്റ്സ് എ റിസർവോയർ ഹാവിങ് ഇൻഫൈനൈറ്റ് ഹീറ്റ് കപ്പാസിറ്റി. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇൻഫൈനൈറ്റ് ഹീറ്റ് കപ്പാസിറ്റി. എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്താലും എത്ര ഹീറ്റ് റിജക്റ്റ് ചെയ്താലും അവിടുത്തെ തെർമോഡൈനാമിക്സ് കോർഡിനേറ്റർ യാതൊരു പ്രോപ്പർട്ടി ചേഞ്ചും ഉണ്ടാവുന്നില്ല. അങ്ങനെയുള്ള റിസർവോയറിനെ പറയുന്ന പേരാണ് തെർമൽ എനർജി റിസർവോയർ. 2 ടൈപ്പ് റിസർവോയർ ഉണ്ട്. സോഴ്സും ഉണ്ട്, സിങ്കും ഉണ്ട്. ഹീറ്റ് നമുക്ക് തരാൻ കപ്പാസിറ്റി ഉള്ള സോഴ്സ് എന്ന് പറയുമ്പോഴത്തേന് ഹൈ ടെമ്പറേച്ചർ റിസർവോയർ എന്ന് പറയാം. അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ഹീറ്റ് എടുക്കുന്നത്. സെക്കൻഡ് സിങ്ക് എന്ന് പറയുമ്പോഴത്തേന് ലോ ടെമ്പറേച്ചർ റിസർവോയർ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ വേസ്റ്റ് ഹീറ്റ് കൊടുക്കുന്നത് സിങ്കിലോട്ടാണ് നമുക്ക് പറയാം. അല്ലേ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായോ? ഹലോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായെങ്കിൽ ഇനി അതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലോട്ട് പോകുന്നത്. ഇത്രയും ക്ലിയർ ആയോ?